പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും നോർത്ത് വസീറിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ISI നെറ്റ്വർക്കും മുജാഹിദീനുകളുമാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ ഇവരെയൊന്നും യഥാർത്ഥ കുറ്റവാളികളെ പിടിച്ചു തരുവാനോ ഒന്നുമുള്ള ഒരു മനസാക്ഷി പാകിസ്ഥാൻ ഇതുവരെ കാണിച്ചില്ല. സന്തോഷ്, ന്യൂയോർക്കിൽ പോയപ്പോഴും അദ്ദേഹം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പ്രസിഡന്റ് ഒബാമയെ കാണാത്തതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അതിനൊരു പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരിക്കുമോ? അവർ പറയുന്നത് സമയപരിമിതി കാരണമാണ് ഹിലാരി ക്ലിന്റനെയൊക്കെ കാണാൻ സാധിക്കാത്തതെന്നാണ് കൃഷ്ണയും രഞ്ജൻ മത്തായിയും ഒക്കെ പറയുന്നത്. പക്ഷേ അതേസമയം ഇറാൻ പ്രസിഡന്റിനെ കാണാൻ സമയം കണ്ടെത്തി. ഇറാനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കാം എന്ന ഉറപ്പും നൽകി. ഇറാന്റെ സന്ദർശനവും നജീദുമായിട്ടുള്ള സംഭാഷണവും തീർച്ചയായിട്ടും ഇന്ത്യയുടെ പാശ്ചാത്യ നിരീക്ഷകർ കാണുന്ന അവർ ചേരിചേരാ നയങ്ങളിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് എന്ന് തന്നെയാണ്. ഈ ചേരിചേരാ നയങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്ക് എന്ന് പറയുന്നതിൽ കുറേയൊക്കെ അതിശയോക്തിയില്ലേ? കാരണം നമ്മൾ അമേരിക്കയോടുള്ള ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു, അതിൽ കുറച്ച് ഊഷ്മളതകളൊക്കെ വന്നു എന്നുള്ള സത്യമാണെങ്കിലും ചേരിചേരാ നയത്തിന്റെ പ്രധാനമായിട്ടുള്ള അംശങ്ങൾ ഒരിക്കലും നമ്മൾ നിരാകരിച്ചിട്ടില്ല. മറ്റ് രാജ്യങ്ങൾ ഒരു വിദേശ സൈന്യം മറ്റു രാജ്യങ്ങളിൽ പോയിക്കൂടാ, അതുപോലെ രാജ്യങ്ങളുടെ ഭാവി അവിടുത്തെ വ്യക്തികൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഒരിക്കലും വിട്ടിരുന്നില്ലല്ലോ. അമേരിക്കയോട് ബന്ധം ഇംപ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ചേരിചേരാ നയമോ അല്ലെങ്കിൽ നമ്മുടെ വിദേശ നയത്തിന്റെ സ്വാതന്ത്ര്യമോ ഇല്ലാതായി എന്ന് പറയാൻ കഴിയുമോ? കാലാകാലങ്ങളിൽ സോവിയറ്റ് യൂണിയനുമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടും ഊഷ്മള ബന്ധം ഉണ്ടാക്കേണ്ടതിന്റെ ഭാഗമായി ചില വിട്ടുവീഴ്ചകൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. 1979 അഫ്ഗാനിസ്ഥാനിലേക്ക് നടന്ന സോവിയറ്റ് ഇൻവേഷൻ നമ്മളതിനെ അപലപിച്ചില്ല ഒരിക്കലും. മാത്രമല്ല ഇതിന് ആളും 1970 സോവിയറ്റ് യൂണിയനുമായിട്ടൊരു ഉടമ്പടി തന്നെ ഉണ്ടാക്കിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ വൻ രാജ്യങ്ങളുമായി സ്നേഹബന്ധം പുലർത്തുന്നത് കൊണ്ട് ചേരിചേരാ നയത്തെ നിരാകരിച്ചു എന്ന് പറയാനാവില്ലല്ലോ. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞ് പലരും പറയുന്നത് അദ്ദേഹം കുറച്ചൊരു ചേരിചേരാ നയത്തിലേക്ക് വീണ്ടും മാറിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അതിശയോക്തിയായിരിക്കാം. കാരണം ഇത് എടുത്തു പറഞ്ഞു എന്നുള്ളത് സത്യമായിരിക്കാം. പക്ഷെ ഈ സമയത്ത് ഇപ്പോൾ ആഗോളവൽക്കരണത്തിന്റെ പ്രശ്നങ്ങളും അതുപോലെ വിദേശ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ലിബിയയിൽ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ സിറിയയിൽ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇതിനെല്ലാം നമ്മൾ പണ്ടും എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർക്കുകയല്ലേ? എനിക്കൊന്ന് മാധ്യമങ്ങൾ ഇത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാൻ ഉള്ള കാരണം ഫലസ്തീന്റെ പ്രശ്നമാണ്. ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ 88 മുതൽ അംഗീകരിച്ചിരുന്നതെന്നാണ് വിദേശകാര്യ സെക്രട്ടറി രഞ്ജൻ മത്തായി സൂചിപ്പിക്കുന്നത്. 1988 മുതൽ നമ്മള് പാലസ്തീൻ പ്രസിഡന്റിനെ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ്, പാലസ്തീന്റെ ഫുൾ എംബസിയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊസിഷനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു നമ്മുടെ പൊസിഷൻ. പാലസ്തീൻ ഒരു ഒബ്സർവർ മാത്രമാണല്ലോ ഐക്യരാഷ്ട്ര സംഘടന. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യം തന്നെയായിരുന്നു. പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞിരിക്കുകയാണ് പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്, ഞങ്ങളതിനെ അംഗീകരിക്കുന്നു എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹം ഇസ്രായേലിനെ വിസ്മരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലും പാലസ്തീനും മുഴുവൻ രണ്ടും അവരുടെ അതിർത്തികളിൽ നിന്നുകൊണ്ട് അവരുടെ സംരക്ഷയ്ക്ക് ആവശ്യമായ തരത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരിക്കണം. അതും ഈസ്റ്റ് ജെറൂസലേമിൻ ക്യാപിറ്റലായിട്ട് വേണം. പാലസ്തീൻ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ജെറൂസലേം ഇസ്രായേലിന് കൊടുക്കണം എന്നുള്ളതിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. 67-ലെയും ഒക്കെ യുദ്ധഫലമായി 6 ദിവസ യുദ്ധങ്ങളുടെ ഭാഗമായി വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രായേൽ നടത്തിയ അധിനിവേശം ഒക്കെ നമുക്ക് ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു 1971 സമാനമായ ഒരു വിഷയമാണ് ചൈനയുടെ കാര്യത്തിലും ഉണ്ടായത്. അതുവരെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരുന്ന തായ്വാനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് പകരം. പക്ഷെ ആ സമയത്ത് ഇന്ത്യയാണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടത്. സമാനമായ ഒരു നിലപാടാണ് ഇപ്പം പാലസ്തീന്റെ കാര്യത്തിൽ. പാലസ്തീന്റെ കാര്യത്തിൽ പുതുമയില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം അതേ സമയത്ത് നമ്മുടെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും തന്ത്രപ്രധാനമായ സാഹചര്യങ്ങൾ, മൊസാദുമായിട്ടുള്ള ബന്ധം, പലപ്പോഴും ഇന്ത്യയുടെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന വെല്ലുവിളികൾ പോലും നമ്മൾ സഹായം തേടുന്ന മൊസാദിനെയാണ്. ആയുധങ്ങൾ വാങ്ങി. അതെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ നമുക്ക് വിസ്മരിച്ചുകൂടാ. ആ കാരണം കൊണ്ടാണ് അദ്ദേഹം പാലസ്തീന്റെ കാര്യം ഉയർത്തി പറയുമ്പോൾ പോലും അവരവരുടെ അതിർത്തികളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അധികാരം ഇസ്രായേലിനും പാലസ്തീനും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. നോൺ ഇന്റർഫിയറൻസ്. അതെ.
അത് അപ്പോൾ അറബ് സ്പ്രിങ്ങിന്റെ കാര്യത്തിൽ അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ഒരു സമയത്ത് വിദേശ സൈന്യങ്ങൾ ഇതിൽ ഇടപെട്ടുകൂടാ എന്ന് പറയുകയും അതേസമയം തന്നെ ഈ രാജ്യങ്ങൾക്ക് അവരുടേതായ ഉത്തരവാദിത്വം, പൗരസ്വാതന്ത്ര്യത്തിനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു. ഏത് സാഹചര്യത്തിലും ഉയർത്തിപ്പിടിക്കണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ. അപ്പോൾ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലേ അദ്ദേഹം എടുത്തത്? ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന വളരെ തികച്ചും സമകാലിക യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതും പ്രതിഫലിപ്പിക്കുന്നതുമായ ഒരു നിലപാടെന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. സാർക്കിലേക്ക് വന്ന സൗത്ത് ഏഷ്യ, ദക്ഷിണേഷ്യയിലാണല്ലോ സന്തോഷിന്റെ പ്രധാനപ്പെട്ട പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സൗത്ത് ഏഷ്യയിൽ ഇപ്പോൾ സാർക്ക് ഒരു സമ്മേളനം വരികയാണ് നവംബർ 10, 11 തീയതികളിൽ. അപ്പൊ എന്താണ് ഈ മാൽഡീവ്സിൽ നടക്കാൻ പോകുന്ന ഈ സമ്മേളനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചില അംശങ്ങൾ? മാൽഡീവ് സമ്മേളനം പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ആശയം ബിൽഡിംഗ് ബ്രിഡ്ജസ് എന്നാണ്. ടുവേർഡ്സ് എ ബെറ്റർ ക്ലോസ് കോപ്പറേഷൻ വിത്ത് സൗത്ത് ഏഷ്യൻ കൺട്രീസ് എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സുവർണ ജൂബിലി വർഷം സാർക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. പ്രത്യേകിച്ചും സാർക്കിന് ആദ്യമായി ഒരു വനിതാ സെക്രട്ടറി ജനറൽ മാൽദീവിൽ നിന്നുള്ള ഫാത്തിമ ദിയാന സയ്യിദ് അവരുടെ തന്നെ ഹോംലാൻഡിൽ വെച്ച് നടക്കുകയാണ്. അദീസ് ഐലൻഡിൽ പക്ഷേ ആദ്യമായി ഒരു വനിതാ സെക്രട്ടറി ജനറൽ, അത് വൺ ഓഫ് ദ യങ്ങസ്റ്റ് എന്നൊരു പ്രാധാന്യമുണ്ട്. സൗത്ത് ഏഷ്യയെ സംബന്ധിച്ച് എൻവയോൺമെന്റ് പ്രോബ്ലം ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ചും പരിസ്ഥിതി. ലോവസ്റ്റ് ലൈങ് നേഷൻ ഓൾസോ സിറ്റുവേറ്റഡ് ഇൻ സൗത്ത് ഏഷ്യ. ഏതാണ്ട് 1.5 മീറ്റർ അവേ ഫ്രം ദി സീ ലെവലാണ് 2050 ഡിസപ്പിയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉണർവുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കടലിനടിയിൽ പോലും അവർ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായി. അതുപോലെ ഹയസ്റ്റ് പീക്ക് നേപ്പാൾ സ്ഥിതി ചെയ്യുന്നു. ഹിമാലയൻ ഗ്ലേസിയേഴ്സിന്റെ മെൽറ്റിംഗ്, അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാൻ നേപ്പാളി ക്യാബിനറ്റ് ഹിമാലയത്തിൽ അവരുടെ ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ചുകൊണ്ടുണ്ടായി. മറ്റൊന്നാണ് എനർജി, വേറൊന്ന് ട്രേഡ്. പ്രത്യേകിച്ചും ദോഹ റൗണ്ട് നെഗോഷിയേഷൻസ് ഇപ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അഗ്രികൾച്ചർ സബ്സിഡീസിന്റെ കാര്യത്തിൽ വികസിത രാജ്യങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് വികസ്വര രാജ്യങ്ങളിലെ പ്രത്യേകിച്ചും ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാർക്കിന്റെ കൂട്ടായ ഒരു ഫ്രീ ട്രേഡ് സോൺ അതൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. സാഫ്റ്റ എന്ന പേരിൽ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് സോൺ 2004. പാകിസ്ഥാന്റെ നിലപാട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതല്ലേ കാര്യത്തിൽ? പാകിസ്ഥാന്റെ നിലപാട് വ്യത്യസ്തമാണ്. നമ്മൾ ഈ വ്യവസായത്തിന് അല്ലെങ്കിൽ വ്യാപാരത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളോട് പല ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ തന്നെയുള്ള ബന്ധങ്ങൾ എത്രമാത്രം പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ്. പാകിസ്ഥാൻ അത് പ്രയോജനപ്പെടുത്തുന്നില്ല ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യാപാരത്തെ പറ്റി പറയുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. നമ്മൾ തന്നെ ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ എന്തുമാത്രം സഹകരിക്കുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. ബംഗ്ലാദേശ് സന്ദർശനത്തിന്റെ പ്രധാനമായ ഒരു ഔട്ട്പുട്ട് ഇതാണ്. ഏതാണ്ട് 46 ഇനം ഗാർമെന്റ് ഐറ്റംസുകൾക്ക് ബംഗ്ലാദേശി ഡ്യൂട്ടി ഫ്രീ ആയിട്ട്. ബംഗ്ലാദേശി സമ്പദ് വ്യവസ്ഥയുടെ ഒരു നാടിക്കല്ലാണ് അവിടുത്തെ റെഡിമെയ്ഡ് ഗാർമെന്റ് ഇൻഡസ്ട്രി. ഡ്യൂട്ടി ഫ്രീ ആയിട്ട് അനുവദിക്കുന്ന വഴി അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സും ഒക്കെ വളരെ ശ്ലാഘിക്കുകയുണ്ടായി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട്. അഫ്ഗാനിസ്ഥാൻ ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. പക്ഷേ ഇതിലൊക്കെ എന്താണ് കാണുന്നത്? നമ്മളാണ് അവർക്ക് സൗജന്യങ്ങൾ നൽകേണ്ടി വരിക, ഇന്ത്യയാണ് സൗജന്യങ്ങൾ നൽകേണ്ടി വരിക. അതേസമയത്ത് അവർ കൂടുതൽ ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ ജലവിതരണമായാലും മറ്റു കാര്യങ്ങളായാലും. അതുകൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ആദ്യ കാലഘട്ടത്തിൽ ഈ സാർക്ക് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നതിൽ വലിയ താല്പര്യം കാണിക്കാതിരുന്നത്. ബംഗ്ലാദേശിന് നിർബന്ധം കൊണ്ടാണ് നടത്തിയത്. പക്ഷേ റീജിയണൽ കോഓപ്പറേഷൻ ആണ് ഇപ്പം ലോകത്ത് മുഴുവനും വ്യാപകമായിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയില്ല. എന്നാലും വലിയ രാജ്യം ഇന്ത്യ ഒരു വലിയ രാജ്യമായതുകൊണ്ട് ചെറിയ രാജ്യങ്ങൾ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും നമുക്ക് സൗജന്യങ്ങൾ കൊടുക്കേണ്ടിയും വരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ മാൽഡീവ്സിലെ സാർക്ക് സമ്മിറ്റ് കൊണ്ട് ഒരുപക്ഷെ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം. കാരണം ഈ ട്രേഡിന്റെയും കാര്യത്തിലും അതുപോലെ എൻവയോൺമെന്റിലും എനർജി സെക്യൂരിറ്റിയുടെ കാര്യത്തിലും ഒക്കെ വളരെയേറെ ചർച്ചകൾ സാർക്കിന്റെ ഈ മാൽഡീവ്സ് സമ്മിറ്റ് കൊണ്ടുണ്ടാകും. ഈ 17ാമത് സമ്മിറ്റ് തിംഫു സമ്മിറ്റിന് ശേഷം വളരെയേറെ ഡെവലപ്മെന്റുകൾ ഇതിന് ശേഷം ഈ 16 നിന്ന് 17 എത്തുമ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. റീജിയണൽ ഇന്റഗ്രേഷന്റെ ഭാഗത്ത് ഇന്ത്യയുടെ വലിയേട്ടൻ മനോഭാവത്തെ സാർക്കിലെ കൊച്ചു രാജ്യങ്ങൾ എതിർക്കുമ്പോഴും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തന്നെ അറിയാം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ സൗത്ത് ഏഷ്യൻ സ്റ്റേറ്റ്സിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്, എക്സെപ്റ്റ് മാൽദീവ്സ് ആൻഡ് ഭൂട്ടാൻ. റെസ്റ്റ് ഓഫ് ദം
മാൾഡീവ്സും ഭൂട്ടാനുമാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹബന്ധമുള്ളത്. അപ്പൊ അവരില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ വളരെ പ്രയാസമേറിയ ഒരു ഉത്തരവാദിത്തമാണ് ഉള്ളത്. കാരണം ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അതേസമയം തന്നെ നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണമല്ലോ. ഇപ്പൊ ടീസ്റ്റ ജലത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ സൗജന്യം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പശ്ചിമ ബംഗാളിനെ അത് ബാധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. അപ്പം ഈ ദക്ഷിണേഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് തോന്നുന്നു സാർക്കിന്റെ കാര്യത്തിൽ, അല്ലെ? നമ്മുടെ ഫോറിൻ പോളിസിയുടെ കാതലായ അംശം പ്രൊട്ടക്ടിങ് അവർ ഇൻട്രസ്റ്റ്. പക്ഷെ പലപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ, പക്ഷെ അതിനനുസരിച്ച് രാഷ്ട്രീയപരമായി അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണല്ലോ ആവശ്യം, നമ്മുടെ ആവശ്യം. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഈ സാർക്ക് സമ്മേളനത്തിൽ സാക്ഷാത്കരിക്കണമെന്ന് നമുക്ക് ആശിക്കാം. വളരെ നന്ദി, സന്തോഷമായി. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഐക്യരാഷ്ട്ര സംഘടനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെയ്ത പ്രസംഗത്തിന്റെ ഒരു വിശകലനമായിരുന്നു ഇന്നത്തെ വിദേശ വിചാരത്തിൽ. വിശേഷിച്ചും ദക്ഷിണേഷ്യയിലെ സംഭവങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിൽ പങ്കെടുത്തത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ദക്ഷിണേഷ്യ വിഭാഗത്തിലുള്ള പ്രൊഫസർ സന്തോഷ് മാത്യു ആയിരുന്നു. ഈ വിദേശ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ലക്കവുമായി നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ. നമസ്കാരം.